ഞാൻ ശരിക്കും ക്യാൻസർ പേഷ്യൻ്റാണ്. അതിൽ നിന്ന് സർവൈവ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് ലങ് ക്യാൻസർ ആയിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു ഇത് നമുക്ക് അതിലേക്കൊരു ചാൻസ് കിട്ടി. ഇങ്ങനെ എൻ്റെ ഒരു ക്യാൻസറിൻ്റെ ഒരു ബേസ്ഡ് ഫിലിമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അതൊരു കുഴപ്പമില്ല, അങ്ങനെ നമുക്കും നമ്മളെ കൊണ്ട് പറ്റുന്നത് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കും ഞാനും ചിന്തിച്ചു. അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളതിൽ അങ്ങനെയാണ് ഇവരുടെ ഈ ഫിലിമിലേക്ക് ഒരു ചാൻസ് കിട്ടിയത്. അത് നമുക്കൊരു സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾക്കത് നമ്മൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിലും കണ്ടമാനം പേഷ്യൻസ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ക്യാൻസറൊക്കെ ആയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ നമ്മൾക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു അവരനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെന്ന് വെച്ച് നമുക്കത് പറയാനെങ്കിലും പറ്റുന്നുണ്ട്. ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനയാണ്, മൊത്തം വേദന ഉള്ളൊരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ. അപ്പം ഞാൻ ചിന്തിക്കുക എപ്പോഴും ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അത്ര നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാം. അതേപോലെ ഇങ്ങനൊരു അങ്ങനെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് എനിക്കും തോന്നി. നമുക്കതിലൊരു സന്തോഷം, എല്ലാവരുടെ ഇതിൽ നമുക്ക് ദൈവം അങ്ങനൊരു അനുഗ്രഹം തന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊരു സന്തോഷം. ഈ മോളാണ് അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് ഉള്ളത്. ഇവരൊക്കെ കാണാനും നമ്മളിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം, ബ്ലെസ്ഡാണ്. ഞാനിപ്പോൾ അതെ ഈ കൊച്ചിപ്പതിൽ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തത്. ഞാനവിടെ ഹോം ബേക്കറാണ്. ആദ്യം HR മാനേജറായിരുന്നു. പിന്നെ ക്യാൻസർ ആയപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു. പിന്നെ വീട്ടിൽ ഹോം ബേക്കറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഹോസ്പിറ്റലിലൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ അവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിരുന്നു എനിക്ക് സ്റ്റോൾ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതുപോലെ കേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുവിധം എല്ലാ ക്യാൻസർ പേഷ്യൻസും സംസാരിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പറയും, എന്തിനാ, നമുക്ക് എന്തായാലും അസുഖം വന്നു, നമ്മളതിനെ ഒന്ന് ഓവർകം ചെയ്യണം. അത് വെറുതെ നമുക്ക് ക്യാൻസർ ആണല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ കൂടുതൽ വീക്കായി പോവുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം, നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റണു, ഇങ്ങനെ ചിരിച്ചും കളിച്ച് നിന്ന് പറയാൻ പറ്റണു. ഇവിടെ അച്ഛന്മാർക്കായാലും ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മളെ അത്രയും കാര്യമായിട്ട് അവരിവിടെ നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത് അങ്ങനെയാണ്. നമുക്കതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ വീട്ടിൽ പറയും, ക്യാൻസർ വന്നാൽ എന്താ, എനിക്കിപ്പോൾ ഇത്രയും ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരും കാണാം, എല്ലാവരുടെ അടുത്ത് സംസാരിക്കാം. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.